എവിടാ? ഗാന്ധിനഗറിൽ വൈകുന്നേരം കാണാം. ബെന്നി, എന്താ ഇത്? ഒരാളതാ താഴെ. താഴെ എവിടെ? സാധനം താഴെ എവിടെങ്കിലും വെക്കണോ? അത് ശരി, താഴെ വെക്കാം. സോറി ഉണ്ട് കേട്ടോ. അതെ, വല്ലതും പറ്റിയോ? ഒന്നുമില്ല. ഏനെടുത്ത് മാറ്റടോ. സോറി, ഇപ്പം മാറ്റാം. ഇനി എനിക്ക് റോഡിന് നടുക്കും. പിന്നെ താനെന്താ കളിക്കുന്നോ? എടുത്തോ മാറ്റോ തന്നെ. ഓ അത് ശരി. പിന്നെ ഇപ്പൊ എവിടെ? ഇവിടെ. ഹലോ, താങ്ക് യു. റോഡിലാടാ ഏണിയുമായി സർക്കസ്. സോറി. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. വീണ്ടും ഒരു സ്മോൾ ഒഴിച്ച്. സ്മോളല്ല ലാർജാ. അതെയോ? വെള്ളമില്ലാതെ ഒറ്റ മോന്ത്. ഫിനിഷ്ഡ്. അളിയാ ഗാഥ ചരക്ക് കൊള്ളാം കേട്ടാ. ഇവനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷന് വിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരന് പണം കൊടുത്ത് അവൾ മുകളിലേക്ക് നടക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കയ്യിൽ കുറെ പൊതികളുണ്ട്. മുകളിലെത്തി അവൾ ബെല്ലടിക്കുന്നു. അതാ കതവ് തുറക്കുന്നു. അവൾ അകത്തേക്ക്. അതിനിടയിൽ അമ്മച്ചിയോട് എന്തോ പറഞ്ഞു. അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. അകത്ത് ലൈറ്റിട്ടു. പ്രകാശം പരന്നു. അവൾ കയ്യിലുള്ള പൊതികൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഹാൻഡ് ബാഗ് എടുത്ത് കട്ടിലേക്ക് എറിയുന്നു. പിന്നീട് അവൾ ഞാൻ നോക്കാം. ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ? ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ? ഇതാ ഞാൻ നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് ചെയ്തോണ്ടിരിക്കുക. നേരത്തെ വ്യക്തമല്ലെന്ന് ഇപ്പൊ വ്യക്തമാണ്. എന്തോന്ന്? അത് പിന്നെ പറയാം. ഇതെന്തോന്ന് റൗഡിസോ? അടച്ചു. സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടതാ. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന്? എന്തോന്ന്? ഫുൾ നേക്കഡ്. പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം സത്യം സത്യം. വന്ന അവൾ അപ്പുറത്തുണ്ട്. വാച്ച് ചെയ്തോണം. വായി നോക്കിയിരിക്കരുത്. നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം. ഈ കുരങ്ങനെ എവിടുന്ന് കിട്ടി? രണ്ടുപേരും മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? വാതിറക്കാതെ 7 മൈൽ ദൂരം എന്നാ അറിയാൻ നാറ്റം. നല്ല വെള്ളമായിരുന്നല്ലേ? കള്ളിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ ബാംഗ്ലൂരോട്ട് വന്നത്. ഞാനത് റിപ്പോർട്ട് ചെയ്യും കേട്ടോ. അയ്യോ, റിപ്പോർട്ട് ചെയ്യല്ലേ. റിപ്പോർട്ട് ചെയ്ത അവരെന്നെ ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. എടാ ചോണയുണ്ട് പന്തയം വെച്ചോ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടോ. അതിന് പട്ടിയും കൂടെ സമ്മതിക്കണ്ടല്ലേ? അളിയാ, നമ്മുടെ വീട്ടിലെ പട്ടിക്ക് KP നായിരുന്നു പേരിട്ട. പട്ടി എടുത്ത് കടിച്ചു കൊന്നുകളെ. ഊതാതെ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ KPയുടെ തനി കൊണ്ടു നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. കൈ ഉണ്ടാടാ. ചൂണ്ടിയാ നീ എന്നെ ಒಂದು ಕಾರ್ಯದಲ್ಲಿ ನಮ್ಮ ಒಂದಾಗಿರ್ಬೇಕು, ಜಗಳ ಮಾಡಕೂಡದು. എന്താ പറഞ്ഞ? നമ്മളെ പോലുള്ള ഡീസന്റ് പാർട്ടികൾ ഇതുപോലുള്ള അലവലാദികളോട് സംസാരിക്കരുത്. ജಗಳ ಮಾಡಕೂಡದು. കണ്ട പിന്നെ
എടി നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? ദേ കളിക്കരുത്, 500 മക്കളോട് കളിക്കരുത്. ഞങ്ങൾ മഹാ ചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? മതിടി മതി, എന്താ ചിരിക്കാൻ? നീ എന്താ പറഞ്ഞത്? നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടി, നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ 500 മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും? അതൊക്കെ ചെയ്യും. അത്രയ്ക്ക് അറപ്പാണ് നിന്നെ, വെറുപ്പാണ്. പുഴുത്ത പട്ടിയെ കാണുന്നതൊക്കെ നിന്നെ കാണുന്നത്. തീർന്നോ? തീർന്നില്ല, നിന്നെ ഞാൻ തീർന്നു. എന്താ? എന്നാ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കേൾക്കാമോ? എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ. അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. പൊയ്ക്കോടോ, പൊയ്ക്കോളാൻ. എന്തായി? ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ ഇടപെടണ. എനിക്ക് തെറ്റിപ്പോയ ശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടില്ലേ, അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. അല്ലാതെ നമ്മൾ രണ്ടാലും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാ കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ചോറ് നമ്മളും കഴിയാ. ആണേ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ വെച്ചാ പറയണോ? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. പോണ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. കൊച്ചുഷ, എന്തോ? നമ്മൾ തറവാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഈ അവസരത്തിൽ എന്തിനാ അന്യൊരാള്? ഞാൻ വിളിച്ചിട്ട് വന്നാ മുത്തശ്ശി. എവിടെ അയാളുടെ വീട്? ഏതാ തറവാട്? കൊച്ചിയില. ഹരീന്ദ്ര നമ്പ്യാരെന്നാ മുഴുവൻ പേര്. നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ. പറഞ്ഞു വന്ന നമ്മുടെ മഹാകവി കുഞ്ചൻ നമ്പ്യാരില്ലേ, പുള്ളിയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. എന്തൊക്കെ ആയാലും അവൻ ഇവിടെ താമസിക്കുന്നത് ശരിയാകും തോന്നുന്നില്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവനെ പറഞ്ഞുവിടാനും മനസ്സ് വരുന്നില്ല. അതെന്താ? അച്ഛനും അമ്മയും അങ്ങ് അമേരിക്കയില്. അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടിലെ മുത്തശ്ശിയുടെ കൂടെ നിന്ന. പാവം, കഴിഞ്ഞ മാസം ആ മുത്തശ്ശിയും മരിച്ചുപോയി. അതിനുശേഷം ആകെ അപ്സെറ്റാ. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയും. പലതവണ ഞാൻ സമാധാനിപ്പിച്ചു നോക്കി. ഊണില്ല, ഉറക്കമില്ല. പല പ്രാവശ്യം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. ഇതുപോലൊരു മുത്തശ്ശി എനിക്കുണ്ടെന്നും സ്വന്തം മുത്തശ്ശിയെ പോലെ കരുതിയാ മതിയെന്നും പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ വന്ന് കയറിയപ്പോഴാ അവന്റെ മുഖം ഒന്ന് പ്രസന്നമായത്. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. മുത്തശ്ശി മരിച്ചിട്ടില്ല. എടാ, എന്റെ മുത്തശ്ശി മരിച്ചിട്ടില്ല.
നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മുത്തശ്ശിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമായിരുന്നു. സന്തോഷമായി. മുത്തശ്ശി, എന്താ കുട്ടി ഇത്? എണീക്ക്. എനിക്ക് സന്തോഷമായി മുത്തശ്ശി. ഞാൻ പോവാണ്. വല്ലപ്പോഴും എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണമെന്ന് തോന്നുമ്പോ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. കൊച്ചൂഷ, എന്തോ ഹരീന്ദ്രനോട് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ നിന്റെ മുറിയില്. ഉണ്ട്. എന്നാ വേണുക്കുട്ടനോട് പറഞ്ഞ് ഒരു കട്ടിലൂടെ ഇട്ടോളൂ. വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കട്ടിലിൽ കിടന്നോളാം. ഓ ബാ ബാ. കൊച്ചൂഷ, എന്തോ നീ വേഗം കുളിച്ച് റെഡിയായി വാ. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്റെ കാര്യമില്ലായിരിക്കും. വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേക്ക് പോരെ. പറഞ്ഞ ഇല്ല, ഈ തുടക്കം എങ്ങനെ എനിക്ക് ഉറങ്ങ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ചെല്ല്. ഇന്നലെ രാത്രി അയ്യേച്ചേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്, ഒന്നിങ്ങി വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ? എന്തിനാ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം, മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്നും അറിയാം. അയ്യേ, രാമഭദ്രനൊന്നും അല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്, അതാ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റെ ഇടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അതെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. പോരി. എന്താടാ? പോരടാ. എന്താ കാര്യം? എടാ, അവൾ എന്താ പറഞ്ഞെന്ന്? അവൾ എന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ? നീയും അതേ പാര എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലോ? വാങ്ങിക്കണം. നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല. ഞാൻ 500 മോനാ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കൂടാ. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ലാം. മാലു, എക്സ്ക്യൂസ് മീ. ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. എന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യമൊന്നും വേണ്ട. മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വീർത്തു? എളുപ്പം സത്യം ചെയ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ. രാമഭദ്രം എന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. സത്യം. ഓക്കെ. ഇനി എവിടേക്ക് പോക്കാനാണ്? ഞാനല്ല കറങ്ങണത്, എന്റെ തലയാണ് കറങ്ങണത്. കിട്ടിയില്ല. ഞാൻ ചാകരയിൽ പിടിക്കേ. ഒടുക്കത്തൊരു പ്രാവനെ പിടുത്തം. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂല. ഇതെവിടുത്തെ പ്രേമോ? ബാലൻസ് തെറ്റിക്കരുത് അളിയനോട് ഞാൻ പറഞ്ഞാണ്. എന്റെ ബാലൻസ് തെറ്റിക്കരുത്. അയ്യോ,
അളിയാതോ പറഞ്ഞേ ഇതാര് ആവോ എനിക്ക് പറഞ്ഞൂടാ. ഇതെന്ത്? ആര്? എവിടെ? ഒന്നും കിട്ടിയോ? അളിയാതോ ഇരിക്കുന്നത്. അങ്ങനെയല്ല പ്രാവിനെ പിടിക്കേണ്ടത്. അതിനൊരു പ്രത്യേക നേക്കുണ്ട്. അതായത് പ്രാവ് ഉറങ്ങുമ്പോ പിടിക്കാനാണ് കൂടുതൽ എളുപ്പം. ദേ ഇങ്ങനെ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. ഇവിടെ നിൽക്ക്, ഞാൻ പോയി പിടിച്ചോണ്ട് വരാം. അയ്യോ അളിയോ എന്താ എന്ത് പറ്റി? കിട്ടും കിട്ടും. എന്നോടാ പറഞ്ഞ നിൽക്കാൻ. എന്താ കള്ളൻ? ശരിയാണ്. അയ്യോ പ്രാവ്. എടാ ഓടല്ലടാ. പറന്നു പോവല്ലേ, ഞാൻ ഇപ്പ വരാം. എടാ അവിടെ നിൽക്കാൻ. നിന്നാ പിന്നെ ഞാൻ എങ്ങനെ ഓടും? ആളുണ്ട് എടുക്കല്ലേ അവിടെ വയ്ക്കാൻ. ഇപ്പൊ കൊണ്ടുവരാൻ. ചേട്ടൻ അവിടെ നിന്ന് വിശ്രമിക്കേ. ഞാൻ കക്കാൻ വന്ന കള്ളനല്ലേ, ഞാൻ നിരപരാധിയാണ്. ഇതെന്നെ വെറുതെ വിട്ടേക്കണേ. പോകണ്ടം കാണിക്കുന്നോ? ഇറങ്ങി വേണം. അയ്യോ ചേട്ടാ, ഞാൻ എടുക്കല്ലേ. അയ്യോ ചേട്ടാ, ഞാൻ വീണു പോകും. ആ ഇനി കുറച്ചു നേരം നീ അവിടെ നിന്ന് വിശ്രമിക്കേ. പോലെ ചേട്ടാ, ചേട്ടാ. അയ്യോ അവിടെ ഇരിക്കില്ലേ? ഒന്ന് തുറന്നോട്ടെ. വാ. വേണ്ട, തോളെ കയറല്ലേ. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ അല്ല, നിമ്മടെ. എന്തേ? അത് വേണ്ട. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു, കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ വേണു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലും എന്താ ഗാനമേളയോ അതോ ഗാന ബഹളോ? എല്ലാവരും അവരുടെ ബെന്നിപ്പിൽ കിടക്കണം. ഗോ. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? അവിടെ അങ്ങനെ അങ്ങ് പോയാലോ? ദൈവം തമ്പുരാൻ വന്നാലും പെർമിഷൻ ഉണ്ടെങ്കിലേ യമൻ പൊങ്ങൂ. പെർമിഷൻ വേണം. യു വോണ്ട് പെർമിഷൻ? പെർമിഷൻ എടുത്ത് കാണിച്ചില്ലേടേ. യവന്മാര് സമ്മതിക്കണ്ടേ? അപ്പോ രണ്ട് കൊച്ചു കള്ളന്മാർക്കും മലയാളം അറിയാം. മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. എന്റെ ഫാദർ നെയ്യാറ്റിങ്കര, മദർ ചെക്കോസ്ലോവക്യ. ഇവന്റെ മദർ ചെക്കോസ്ലോവക്യ, ഫാദർ നെയ്യാറ്റിങ്കര. അല്ലല്ല, ഫാദർ ചെക്കോസ്ലോവക്യ, മദർ നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മദർ ചെക്കോസ്ലോവക്യ, നിന്റെ ഫാദർ നെയ്യാറ്റിങ്കര. എന്റെ ഫാദറും നിന്റെ മദറും ചെക്കോസ്ലോവക്യ. അത് തന്നെ ഞാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ്. ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യം പെർമിഷൻ എടുത്ത് കാണിച്ചാണെന്ന്. അതല്ലേ ഞാൻ. കൈവിടെ പെർമിഷൻ എടുത്ത് കാണിക്കട്ടെ. നീ ആ പെർമിഷൻ എടുത്ത് കാണിച്ചു കൊടുത്തേ. നീ ഇത് എവിടെ എടുത്ത് വെച്ചിരിക്കുന്നു? പെർമിഷൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ആ കോച്ചൂപ്പ് എടുത്ത് കാണിക്കുന്നു. പിന്നെയും കുപ്പി എടുക്കുന്നു. പെർമിഷൻ എവിടെ? ഈ ക്ലാസ്സിന്റെ അടി.
സാർ സാർ പെർമിഷൻ. വായരുടെ ഞാൻ കണ്ണാടി എടുത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. സാർ വായിച്ചാട്ടെ. ഈ വരുന്ന വില്യം ഫ്രെഡറിക്കിനും ജെയിംസ് മാഞ്ചസ്റ്ററിനും നിങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ കാണാനുള്ള അനുവാദവും അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണം. ആരാ എഴുതിയിരിക്കുന്നത്? പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പറോ? വെറും മെമ്പർ അല്ല, എക്സ് മെമ്പർ. കേന്ദ്രമന്ത്രി വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് എക്സ് മെമ്പർ അകത്തോട്ട് പോകണമെങ്കിൽ വേറെ വഴി നോക്ക്. മെമ്പർ അല്ല, അയാളിപ്പോ മെമ്പർ മാത്രമല്ല, ഈ വേൾഡ് ഈ വേൾഡിന്റെ ഒക്കെ ഈ ഫോറസ്റ്റിന്റെ എല്ലാം കാട്ടാള ഫെഡറേഷൻ. ആ ഇത് കൊണ്ടുപോയി ആ കാട്ടാളന്റെ കൈ കൂടെ അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തൊന്ന് ഒതുക്ക്. അപ്പൊ സമ്മതിക്കില്ല അല്ലേ? സാധ്യമല്ല. ശല്യം ചെയ്യാൻ അനിയന്മാർ വന്ന വഴിയെ തിരിച്ചു പോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെക്കോസ്ലോവാക്യൻ പ്രസിഡന്റിന്റെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട്. എന്നാ എന്റെ പൊന്നനിയായി നേരത്തെ പറയണ്ടായോ? ഗ്ലാസ് എടുത്ത് കുറേ ഗ്ലാസ് നല്ല ഒറിജിനൽ സാധനമാണല്ലേ? അതെ. ഇനി അനിയന്മാർക്ക് എന്താ വേണ്ടത്? പറ. ഞങ്ങൾ ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഈ കൂമൻകൊല്ലി കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ പേര്? നമ്മുടെ പേരെന്താണ്? പേര് വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. വില്യം ഫെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിടൂല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. തന്നെ ഇതിനു മുമ്പ് 26 പേരെ അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾ ഈ മുള പൊക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും തിരിച്ചു വരാൻ വേണ്ടി ഇന്നേ വരെ പൊക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങള് വെറുതെ ഇവിടുന്ന് ചുറ്റി കാണുന്നതല്ലാതെ വേറെ ഇനി ആ കാർ അകത്തോട്ട് പോകില്ല. വേണ്ട. ഞങ്ങൾക്ക് ആ കാർ തിരിച്ചു വിടുക. അണ്ണാ, നീ ആ കാർ തിരിച്ചു വിടേ. ഇതോടെ അകത്തോട്ട് വെച്ചോ, പിന്നീട് ആവശ്യം വരും. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം. വേഗം മാറി. രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം. ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമ്യത്തല്ലേ? അയാളെ തന്നെ നിന്നെ കൈ കിട്ടിയടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ. ഉണ്ട. അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. ആ, അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമ്യേട്ടനല്ല, ആ സാമ്യേട്ടനാ. തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചർ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവളിയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. അച്ഛനെ, ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ. കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്നാ. രാമനാഥനോ? ഇത് വേറെ ആരണ്ടാടി? നിക്ക് ആശാനെ, ദേ നോക്കി. ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ആരാ? ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ. അയ്യോ അയ്യോ, എഴുന്നേക്കോടുന്ന്, എഴുന്നേക്ക്. ഇത് രാമഭദ്രനാ. രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര്? മക്കളെ, നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കുന്നതാ. മക്കളെ, അയ്യോ, സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ. മക്കളെ, നിങ്ങൾ ഇളയച്ചനാടാ. മക്കളെ,
ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചാൻ ഒന്ന് വിളിക്കും മക്കളെ. ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. അയ്യേ. ഇതായിരിക്കും. മോളെ, ഇളയച്ചാൻ ഒന്ന് വിളിക്കും മോളെ. അയ്യോ എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോരാ അവിടുന്ന്. ചേട്ടത്തിയമ്മേ, ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നും അല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അയ്യോ, ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു 500 അറിഞ്ഞൂടാ, 600 അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. നാശങ്ങള്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവൂലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവൂലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോകരുത്, ഞാനും വരുന്നു. നീ എവിടെ പോകുന്നു? ഒരു ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് സമയട്ടാ. രാമേട്ടാ, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. അയ്യോ, കാർ ഓടിക്കുന്നതോ? അല്ല, ഒരു പെൺകുട്ടിയെ പിന്നിലിരുത്തി ഓടിക്കുന്നതേ. അപ്പോ പെൺകുട്ടികളെ മുന്നിലിരുത്തി ഓടിക്കാറുണ്ടല്ലേ? ആള് തമാശക്കാരിയാണല്ലേ? ഡെവിൾ ഏത് കോളേജിലാ പഠിച്ചത്? എനിക്ക് പ്രീ ഡിഗ്രിക്ക് കുട്ടിയുടെ കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അഡ്മിഷൻ കിട്ടിയില്ല. അതെന്താ? അവര് പറഞ്ഞ് SSLC പാസ്സാവണമെന്ന്. ഓരോരോ പുതിയ നിയമങ്ങളെ. ആള് തമാശക്കാരനാണല്ലേ? 40 കടിച്ചു പിടിക്കണ്ട, 41 ആയാലും കുഴപ്പമില്ല. 40 മേളിൽ ചവിട്ടണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശിയല്ലല്ലോ, ഞാനല്ലേ കാറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ 40 കടിച്ചു പിടിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ കാറ് 40 മോളിൽ പറക്കില്ല? കുട്ടി പിന്നിലിരിക്കുന്നിടത്തോളം കാലം പറക്കില്ല. ആ ബ്രേക്ക് ഒന്ന് ചവിട്ടിയേ. ആ ബ്രേക്ക് ഒന്ന് ചവിട്ടാൻ. അല്ല, ആ ബ്രേക്ക് ചവിട്ടാൻ. എന്തിനാ? ഒന്ന് ഇറങ്ങിക്കേ. കുട്ടി എന്തായി കാണിക്കുന്നത്? സർക്കസ്. ചെകുത്താന്റെ വേഷം കെട്ടി പലതരം സർക്കസ് കാണിക്കാറില്ലേ? ഇത്ര സർക്കസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? സോറി, തിരക്കിൽ ഞാൻ ഡെവിലിന്റെ കാര്യം മറന്നു. കുഴപ്പമില്ല, ഞാനൊരു ആംബുലൻസുമായിട്ട് പുറകെ വന്നേനെ. സോറി. അങ്ങനെ ഇപ്പൊ എന്നെ ഡ്രൈവർ ആക്കണ്ട. അല്ല, ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഏതായാലും സ്വർഗത്തിലേക്കല്ല, അത് തീർച്ച. എന്താ? ഒരു ചെകുത്താന്റെ കൂടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാലാക സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ? ഓ, മരണ തമാശ തന്നെ. ഞാൻ ഇവിടെ ഉണ്ട്. ജീവനുള്ള അളിയൻ. അളിയൻ മരിച്ചിട്ടില്ല. അളിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആരും അളിയന്റെ ദേഹത്തോട്ട് വേദനിപ്പിക്കല്ലേ? അളിയന് വേദനിക്കും. ഇല്ല, ഒരു ജോലിയും ചെയ്യാതെ എങ്ങനെ കളിച്ചു നടന്ന കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ദൈവമേ. അളിയോ, അവനെന്തോ പറയാനുണ്ട്. പറമോനെ, ഇത് ഒരാശുപത്രിയാണ്. ഈശ്വര, പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ ഞാൻ വേലായുധനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നോടെ അതെല്ലാം തീരണേ. എന്റെ വണ്ടി തിരിച്ചു കിട്ടണേ. എനിക്ക് നല്ലത് വരുത്തണേ. വേലുവിനും നല്ലത് വരുത്തണേ. ദൈവമേ.
ഇയാളെ ആരെയും നോക്കിക്കണേ? നമ്മുടെ വേണു. പോയി പിടിച്ചിട്ട് വേണം. യെസ് സർ. ദൈവമേ, തൽക്കാലം സ്പീഡിൽ ഓടാൻ ശക്തി തരണേ. ഒന്ന് നിന്നേ, ഒരു ലിഫ്റ്റ് തരുമോ? അങ്ങോട്ടാ? എങ്ങോട്ടാ ചേട്ടാ? അങ്ങനെയൊന്നും ഇല്ല, എങ്ങോട്ടെങ്കിലും. അപ്പൊ എന്റെ കൂടെ എങ്ങോട്ടും വരാൻ ചേട്ടൻ തയ്യാറല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നോട് ലിഫ്റ്റ് ചോദിച്ചപ്പോഴേ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നോട് ഇഷ്ടമാണെന്ന് അല്ലേ? വിട്. പട്ടി. അതൊന്നും ചെയ്തില്ല, പട്ടിയല്ലേ? എളുപ്പം വിട്. പേടിയുണ്ടോ? ഞാനില്ലേ കൂടെ? അങ്ങോട്ട് വിട്. ചേട്ടാ എന്നെ മുറുകെ പിടിച്ചോ, ഗട്ടറുണ്ട്. മുറുകെ പിടിച്ച സ്പീഡിൽ വിടുവോ? പിടിച്ച്. ഇങ്ങനാണോ? വല്ല നഷ്ടമുള്ള കാര്യമാണോ? മുറുക്കാം. ഇത്തിരൂടെ മുറുകെ. മുറുക്കി. ഇപ്പൊ കണ്ടോ എന്റെ സ്പീഡ്? വേഗം വിട്. നിർത്ത്. സൈഡിലോട്ട് മാറ്റി നിർത്ത് കൊച്ചേ. ബ്രേക്ക് പിടി. അങ്ങനെ നിർത്താനൊക്കില്ല. താങ്ക് യു വെരി മച്ച്. ഒന്ന് നിന്നേ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. കണ്ടു കാണും. ഞാനൊരു മഹാനാണേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ പടം പത്രത്തിൽ വരും. പോട്ടെ. ചേട്ടാ എന്താ? ഇതിനാണോ ചേട്ടാ സ്പീഡി വണ്ടി വിടാൻ പറഞ്ഞേ? പിന്നല്ലാതെ. ഐ ലവ് യു ചേട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാര്. ബോട്ട് വിടല്ലേ, ഒരാളോടുണ്ട്.